ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ന്യൂമ. ഞാൻ കണ്ണൂർ അമ്പായത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മകൻ ജോയൽ, രണ്ടാമത്തെ മകൾ അൽഫോൺസ, മൂന്നാമത്തെ മോൾ ആഷ്ലിൻ. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിനെ പറ്റി കേൾക്കുന്നത് 2018 ഫേസ്ബുക്ക് പേജുകളിലൂടെയാണ് കേൾക്കുന്നത്. അന്ന് മുതലേ എനിക്ക് മാതാവിൻ്റെ ഈ സന്നിധിയിൽ വരണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് സാധിച്ചിരുന്നില്ല. ഈ മക്കളും ഞാനും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, വിദേശത്തായതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2023, അതായത് ഒരു 4 വർഷമായിട്ട് എൻ്റെ മകന് അരിമ്പാറ, അത് ഭയങ്കരമായിട്ട് അവൻ്റെ രണ്ട് കൈകൾ നിറച്ചുകൊണ്ടായിരുന്നു. അത് പിന്നെ സ്പ്രെഡായിട്ട് മുഖത്തേക്ക് മൊത്തം ആകുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും അത് ആ ഏപ്രിൽ 14-ാം തീയതി 2023 ഏപ്രിൽ 14-ാം തീയതി ഞാൻ ആദ്യമായി ഈ കൃപാസന മണ്ണിൽ വന്ന് ഞാനിവിടെ ആദ്യമായിട്ട് നിയോഗം വെച്ചതും ഈ മകൻ്റെ ഈ അരിമ്പാറയൊന്ന് മാറിക്കിട്ടണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ഞാനിവിടെ വന്നു. അവിടെ ആ മാതാവിൻ്റെ അടുത്തിരിക്കുമ്പം എനിക്ക് നല്ല സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോഴേ എനിക്ക് മാതാവിൻ്റെ സാമീപ്യം, മാതാവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാനിവിടുന്ന് പറഞ്ഞിട്ടും പോയി, മാതാവേ, എൻ്റെ കുഞ്ഞ് ഈ വർഷം 2023 ജൂൺ 1-ാം തീയതി സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കയ്യിലോ മുഖത്തോ ഒരരിമ്പാറ പോലും കാണരുതെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ കുഞ്ഞ് ആ വർഷം ജൂണിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം അവൻ്റെ മേത്തോ എവിടെയും ഒരരിമ്പാറയും ഉണ്ടായിരുന്നില്ല. അതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞാനൊരു ജീനം നേഴ്സാണ്. ഞാൻ 2015 വരെ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം വർക്ക് ചെയ്തിട്ടില്ല. അന്നേരം ഞാൻ നിയോഗം വെച്ചിരുന്നത് എനിക്ക് ഒരു ജോലി കിട്ടണം എന്നായിരുന്നു. അത് ഞാൻ ലാസ്റ്റാണ്, എൻ്റെ ആദ്യ ഉടമ്പടിയിൽ ലാസ്റ്റ് വെച്ച കാര്യമായിരുന്നു. അന്നേരം ഒരു ദിവസം ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുവാണ്. ഞാൻ പഠിച്ച നേഴ്സിംഗ് സ്കൂളിൽ എൻ്റെ ഹോസ്റ്റലാണ് കാണിക്കുന്നത്. അവിടെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുവാണ്, എൻ്റെ മാതാവേ, എന്നെ വിവാഹം കഴിക്കുന്ന ആൾ എന്നെ ജോലിക്ക് വിടരുതേന്ന്. അന്നേരം മാതാവ് എനിക്ക് കാണിച്ചു തരുവാണ്. ഞാൻ അന്നാ പ്രാർത്ഥിച്ചത്. അത് വർഷങ്ങൾക്ക് മുമ്പ് 2005 ആ സമയത്താണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിരുന്നത്. എന്നിട്ടും ഞാൻ 2015 വരെ ജോലിക്ക് പോയി. പിന്നെ മക്കൾ 3 പേരായി കഴിഞ്ഞപ്പം മാതാവ് പിന്നെ എനിക്ക് തന്നത് ഈ മക്കളെ നോക്കിപ്പോറ്റാനായിരിക്കാം. അന്നേരം അതുകൊണ്ടാണ് എനിക്ക് പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നത് പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയെല്ലാം കറക്റ്റായിട്ട് നോക്കി നടത്തി. 90 ദിവസം ആദ്യത്തെ ഉടമ്പടി ഏപ്രിൽ എടുത്തത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റിൽ ഞാനിങ്ങനെ ഓണം വെക്കേഷൻ സമയത്താണ് വരുന്നത്. അന്ന് വന്നു, ഞാനും കൊച്ചും എൻ്റെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ വന്നു, ഉടമ്പടി എടുത്തു. മാതാവിന് നന്ദി. അന്ന് ഞാൻ നോക്കുമ്പോൾ ഈ 2 കാര്യമല്ലേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് അത് കണ്ട് ഞാൻ അന്ന് സാക്ഷ്യമൊന്നും പറഞ്ഞൊന്നുമില്ല. പുതിയ ഉടമ്പടി എടുത്ത് മാതാവിന് നന്ദി പറഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒക്ടോബർ മാസത്തിൽ എനിക്കൊരു ഫോൺ കോൾ വരുവാണ്. എൻ്റെ നാത്തൂൻ ചേച്ചിയാണ്, സിസ്റ്ററാണ്, പുള്ളിക്കാരത്തി എന്നെ വിളിക്കുന്നത്. മോനെ, ചേച്ചി ഒരു കാര്യം പറയാം, കൊച്ചു വിഷമിക്കരുത് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചേച്ചി എന്നാണേലും പറഞ്ഞു, ഞാൻ കേട്ടോളാന്ന് പറഞ്ഞു. എന്നിട്ട് ചേച്ചി എന്നോട് പറയാണ്, മോനെ, നോബിക്ക് അവിടെ ഖത്തറിൽ എന്തോ ചെക്ക് കേസിൽ പെട്ടിട്ട് നോബീനെ ഇങ്ങനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യം കേട്ടപ്പോൾ എനിക്ക് എന്നാ ചെയ്യണമെന്നറിയത്തില്ല, ഭയങ്കര എനിക്ക് കരയണോ ഒന്നും അറിയത്തില്ല. അതിന് ഈ പിള്ളേരും ഉണ്ട്, ഞാനും ഉണ്ട്, എനിക്ക് വേറെ ആരും ഇല്ലതാനും ഇത് പറയാനായിട്ട്. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അതുപോലെ കുരിശുവര എന്നും ഉണ്ട്, അതിന് ഇതുവരെ ഒരു മുടക്കം എത്തിയിട്ടില്ല. കുരിശ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരിശുവര കഴിഞ്ഞു. പിള്ളേരൊക്കെ സ്തുതി കൊടുത്ത് എണീറ്റ് പോയി. ഞാൻ പിന്നെ അവിടെ തന്നെ ഇരിക്കുക. എനിക്കറിയത്തില്ല എന്നാ ചെയ്യണമെന്ന്. അന്നേരം ഇതിപ്പം 40 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുകയും വേണം ഈ ചെക്ക് കേസിൽ നിന്ന് പുള്ളി അവിടെ നിന്ന് പുറത്ത് വരണമെങ്കിൽ. എനിക്കറിയത്തില്ല എൻ്റെ പൊന്നു മാതാവ് ഇത് എന്നാ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൃപാസന മാതാവ് എൻ്റെ രൂപക്കൂടിൽ ഫോട്ടോ ഇരിപ്പുണ്ട്. ഇപ്പുറ സൈഡിൽ കലണ്ടറിൽ ഒക്ടോബർ മാസത്തിൽ അതിൽ ശാലോം കലണ്ടറാണ് കിടക്കുന്നത്. അതിൽ മാതാവ് ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പം മാതാവിൻ്റെ അങ്ങനെ ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല, എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഈ മാതാവിനെ ഞാൻ കരയുമ്പോൾ മാതാവ് ഇന്ന് ചിരിക്കുവാന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഇത് മാതാവായിട്ട് എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ചിന്ത എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ
പ്രാർത്ഥനയോടുകൂടി വീട്ടിലിരുന്നു. പിന്നെ 40 ലക്ഷം രൂപ ഉണ്ടാക്കണം. ഈ 40 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി അറിയാവുന്ന ആൾക്കാരോട്, നമ്മുടെ ബന്ധത്തിലും സ്വന്തത്തിലുള്ള എല്ലാവരോടും ചോദിച്ചു. പക്ഷെ ആരിൽ നിന്നും നമുക്ക് വലിയ സഹായങ്ങളൊന്നും കിട്ടിയില്ല. ഈ പൈസ പക്ഷെ ഞങ്ങൾക്ക് ഡിസംബർ ഒരു 26 കൂടിയിട്ട് എല്ലാ പൈസയും തന്നെ ഞങ്ങൾക്ക് ശരിയായി കിട്ടി. പക്ഷേ ഈ പൈസകളെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു മനുഷ്യനും അല്ല, അറിയാത്ത പല പല വ്യക്തികളിൽ നിന്നായിട്ടാണ് നമുക്ക്. അത് ചിലർക്ക് അവർ അവധി തന്നിട്ടുണ്ട്, ചിലർ പെട്ടെന്ന് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് ഈ ഡിസംബറോടുകൂടി പൈസ അവിടെ കൊടുക്കേണ്ട കംപ്ലീറ്റ് പൈസയും ഞങ്ങൾക്ക് ഈശോ തന്നു, മാതാവും കൂടെ തന്നു. അങ്ങനെ അതെല്ലാം സെറ്റിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടും പുള്ളീനെ ഇറക്കുന്ന കാര്യം മാത്രം ഒന്നും നടക്കുക. അന്നേരം ഉണ്ട് അനിയനുണ്ട് അവിടെ. അന്നേരം അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ആ അറബിക്ക് കുറച്ച് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി ചേച്ചി ആ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുക, അയാളാണ് ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞു. പിന്നെ മാതാവിനോട് ഞാൻ മുട്ടിപ്രായം പ്രാർത്ഥിച്ച്, ഈ അറബിക്ക് എന്തെങ്കിലും ഒന്ന് തോന്നണേ എൻ്റെ മാതാവേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ വീട്ടിലിരുന്നിട്ട് ഇതിനൊന്നും ഒരു പോം വഴി കാണുന്നില്ല. പുള്ളി ഇറങ്ങിയാലേ ഞങ്ങളുടെ ബാക്കിയുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഒന്നും കൂടെ എന്നാൽ കൃപാസനത്തിൽ, ഓൾറെഡി ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ ഒന്നുകൂടെ കൃപാസനത്തിൽ വന്ന് അച്ഛനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാർച്ച് 13 ഒന്നും കൂടി കൃപാസനത്തിൽ വന്നു. മാർച്ച് 13 വന്നു, അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത്, നമ്മൾ അവിടെ ചേട്ടായിയുടെ ഒരു ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് അച്ഛൻ്റെ അടുത്ത് വന്ന്. അച്ഛൻ പ്രിൻ്റ് ഔട്ട് എടുത്തു. ആദ്യം അത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് പ്രാർത്ഥിച്ചു, അതെൻ്റെ കൈ കൊണ്ട് തന്നു, കാശ് രൂപവും തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എണീറ്റ് പോകാൻ നിൽക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു, ഒന്നും കൂടി ആ ഫോട്ടോ മേടിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചു, എൻ്റെ കൈ കൊണ്ടു തന്നു. പക്ഷെ അച്ഛനൊന്നും പറഞ്ഞില്ല. പറയാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്നാ പറ്റിയോ, അച്ഛനൊന്നും പറഞ്ഞോ ഇല്ലല്ലോ. അന്നേരം എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി എന്തെങ്കിലും ആയോ, എന്തെങ്കിലും അച്ഛൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞേ. അങ്ങനെ പോയി ഞങ്ങൾ ബസ്സിന് അവിടെ വരുന്നത്. അന്നേരം ബസ്സിൽ പോയി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ എന്നാലും മാതാവേ ഒന്നും പറയാതെയാണോ എന്നെ ഇവിടുന്ന് വിട്ടേന്നും പറഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നു. ഇരിക്കുമ്പോൾ ഉണ്ട് എനിക്ക് ആ ബസ്സിലിരുന്ന് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ ഒരു മണം വരുമ്പോൾ ഉണ്ട് ഞാനന്നേരം എൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ആ ചേച്ചി എന്നോട് പറയാം, എൻ്റെ കുഞ്ഞ് ആ മണം അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടത്തൊന്നുമില്ല, അത് കൊച്ചിന് മാത്രം ഇപ്പം കിട്ടിയതെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി മാതാവ് തന്നെ കൊണ്ടുവരുമെന്ന് ഞാൻ ഉറച്ചങ്ങ് വിശ്വസിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. 13 കഴിഞ്ഞു. പിന്നെ ഒരു 18 വരെ ഒന്നുമില്ല. അന്നേരം ഞാൻ വചനം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ 1000 പ്രാവശ്യം വചനം. അത് സ്ഥിരമായിട്ടുള്ളൊരു ഇതാണ് എനിക്ക്, വചനം ഇങ്ങനെ കണ്ടിന്യൂ എഴുതിക്കൊണ്ടിരിക്കും. വചനം എഴുതി തീർന്നു. അതായത് മാർച്ച് 19 ഞാൻ വചനം എഴുതി അന്ന് കംപ്ലീറ്റ് തീർന്ന് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ അനിയൻ്റെ ഫോൺ വരുവാണ്. എന്നിട്ട് സാധാരണ അനിയനെ വിളിക്കുക, ചേട്ടായിയുടെ ഫോണിൽ നിന്ന് ചേട്ടായിക്ക് വിളിക്കാൻ പറ്റുകയില്ലല്ലോ. വിളിക്കുന്നു. എന്നിട്ട് അനിയൻ വിളിച്ചിട്ട് ചേച്ചി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ചേട്ടായിയാണ് കാണുന്നത്. അന്നേരം എനിക്ക് ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് അവിടെ ഒത്തിരി അങ്ങ് കരഞ്ഞു. കാരണം എനിക്കറിയാം അന്ന് യൗസേപ്പിതാവിൻ്റെ ദിവസമാണ് മാർച്ച് 19. അന്ന് ദിവസം എന്തായാലും നീണ്ട 148 ദിവസത്തെ ഇതിന് ശേഷം ചേട്ടായി ജയിൽ മോചിതനായി. അതിനും മാതാവിന് 1 കോടി നന്ദി പറയുന്നു. പിന്നെയാണെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ പേപ്പർ കിട്ടുന്നത് ഞാൻ കിട്ടുമ്പോൾ അത് വീട്ടിലങ്ങനെ വെക്കാറൊന്നുമില്ല. അപ്പം തന്നെ അത് കിട്ടുന്ന എല്ലാവർക്കും ഞാനത് കൊടുത്ത് തീർക്കും. പിന്നെ രണ്ടാമത്തേത് കൊടുക്കാൻ വന്നപ്പോഴാണ് 3 കെട്ട് പത്രം കിട്ടിയത്. അത് പിന്നെ പിള്ളേർ ഞങ്ങൾ സ്കൂളിൽ കണ്ട് ഇവർക്കും ഭയങ്കര താല്പര്യമാണ്. അവർ ഞങ്ങൾ സ്കൂളിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവർ കുറേ കൊടുത്തു. ലാസ്റ്റ് വന്നപ്പോൾ ഒരു 7 പേപ്പർ അവിടെ മിച്ചം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് അവരവിടെ രൂപക്കൂടിലെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് ഈ ചേട്ടായിയുടെ ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാതാവ് ചിരിച്ചിരിക്കും. അത് ഞാൻ കഴിഞ്ഞ ശേഷം നേരെ നോക്കുന്ന ആ പേപ്പറിലോട്ടാണ്. അന്നേരമാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഈ പേപ്പർ ഇവിടെ ഇരിക്കുക. അന്നേരം അത് എൻ്റെ ഒരു ഇതായിരുന്നു. മാതാവിന് ഞാൻ ഒത്തിരി മാതാവിനോട് മാപ്പ് പറഞ്ഞു, അത് എൻ്റെ ഒരു തെറ്റായിരുന്നു എന്നുള്ളത്. അങ്ങനെ പിന്നെ എൻ്റെ സാമ്പത്തികമായിട്ട് എനിക്ക് സഹായിക്കാൻ വലിയ എമൗണ്ടൊന്നും സഹായം, പക്ഷെ നമ്മുടെ മുമ്പിൽ ആര് വന്ന് കൈനീട്ടിയാലും ഒരിക്കലും ഞാൻ അവർ വെറും കൈയോടെ പറഞ്ഞു വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിലും കുർബാനയ്ക്ക് പോക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഡിസംബറിലൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഞങ്ങളുടെ അവിടെ എന്ന് വെച്ചാൽ ഈ മലയാണ്, അവിടെ ആ കടുവ ഇറങ്ങലും ആന ഇറങ്ങലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട്, റബ്ബർ തോട്ടവും കാര്യങ്ങളും ഒക്കെയാണ്.
ആ വഴിയിലൊന്നും അധികം ആരും ഉണ്ടാവുകയില്ല. ഞാൻ നടന്നാണ് പോകുന്നത്, വണ്ടിയുള്ളവരെ പോക്കുള്ളൂ. അത് കാരണം ഞാൻ ആ ഡിസംബർ വരെ കണ്ടിന്യൂ ഞാൻ പള്ളിയിൽ എന്നും കുർബാനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുർബാനയ്ക്ക് സൺഡേ പോകും. പിന്നെ ഞാൻ ഫോണിൽ അല്ലെങ്കിൽ ടി വിയിൽ ഷാലോമിൽ മാസം ഉണ്ടാവും, അത് കാണുമായിരുന്നു ചെയ്യലുണ്ടായിരുന്നത്. കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിലും മുടക്കം വരുത്തിയിട്ടില്ല. ബൈബിൾ വായന ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. 1 യോഹന്നാൻ്റെ 5:4 ഇപ്രകാരം പറയുന്നുണ്ട്, ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസത്തോടുകൂടി ഉടമ്പടി പ്രാർത്ഥനയിൽ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ, ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എപ്രകാരം ഇടപെടുന്നു എന്നുള്ളതാണ് ഈ അൾത്താരയിലെ നൂമ എന്ന സഹോദരി തൻ്റെ അനുഭവ സാക്ഷ്യമായിട്ട് നമ്മളുമായി പങ്കുവച്ചത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സുഗന്ധ അഭിഷേകമായിട്ട് ഈ സഹോദരിക്ക് ലഭിക്കുന്നു. സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ ചില കാര്യങ്ങൾ ദർശനങ്ങളായിട്ട് ഈ സഹോദരിക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. തൻ്റെ മകൻ്റെ രോഗത്തിൻ്റെ മുൻപിൽ, തൻ്റെ ഭർത്താവിൻ്റെ കേസിൻ്റെ മുൻപിൽ, തൻ്റെ ജോലിയുടെ അവസ്ഥയുടെ മുൻപിൽ ഈ സഹോദരി പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഉടമ്പടി ജീവിതം പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ സഹോദരിയുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ അരുമ്പാറയായപ്പോൾ ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അത് തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകമായിട്ട് മാറി എന്നുള്ള വലിയ സാക്ഷ്യം നമ്മൾ കേട്ടു. അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലെ കേസിൻ്റെ സമയത്ത് തനിക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ, തൻ്റെ കരങ്ങളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പല വ്യക്തികളിൽ നിന്നായിട്ട് പരിശുദ്ധ അമ്മ വഴിയായി ഈ സഹോദരിക്ക് 40 ലക്ഷം രൂപ ലഭിച്ചു. അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ വഴിത്തിരിവാക്കി മാറ്റുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കുകയും ചെയ്തപ്പോൾ ഉടനടിയായിട്ട് പരിശുദ്ധ അമ്മ സുഗന്ധാഭിഷേകം നൽകി ഈ സഹോദരിയെ സാന്ത്വനപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ വാക്കുകളോ മനുഷ്യൻ്റെ സാന്ത്വനമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്പർശനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് അനുഭവവേദ്യമാണ് എന്ന് ഈ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തോടൊപ്പം നമുക്ക് ഇരുകരങ്ങളും അടിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം. എൻ്റെ പേര് ഗ്രീഷ്മ, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഈ വിശുദ്ധമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം പറയാം. അച്ഛൻ പറയുന്നത് പോലെ ജീവിതത്തിൽ വലിയൊരു ഇരുട്ട് വന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. ഞാനൊരു അക്രൈസ്തവയാണ്. ഒരു ഒക്ടോബറിൽ ഞാൻ നേഴ്സാണ്. അപ്പം സൗദിയിലായിരുന്നു മുന്നേ. അവിടെ നിന്ന് തിരിച്ചു വന്ന് അതിനുശേഷം വീണ്ടും സൗദിയിലേക്ക് പോകാനായിട്ട് എനിക്ക് MOD ഗവൺമെൻറ്റിൻ്റെത് സെലക്ഷനായി. ആ സെലക്ഷൻ നേഴ്സായിട്ടുള്ള എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിക്കൽ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ മെഡിക്കൽ ഞാൻ എല്ലാം റെഡിയായി, എൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എക്സാം എല്ലാം റെഡിയായി. ഞാൻ അവസാനം പോർഷനായിട്ടുള്ള മെഡിക്കൽ ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. മെഡിക്കൽ ഞാൻ അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ബ്ലഡിലൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി എന്താ മുന്നോട്ടേക്ക് എന്നുള്ളൊരു നേഴ്സായ സ്ഥിതിക്ക് എനിക്ക് അറിയാമായിരുന്നു എന്താണ് ഇൻഫെക്ഷൻ എന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ അത് മാറും എന്നറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ഇനി എങ്ങനെ പോകുന്നുള്ളൊരു ഇരുട്ടിലായിരുന്നു. ചെറിയ സമയത്തൊക്കെ എല്ലാവരും പറയുന്നു ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും, എല്ലാവരോടും ഭയങ്കര ഓവർ ടോക്കേറ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ എന്നിലേക്ക് തന്നെ നല്ല ഒതുങ്ങി. എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വീട്ടിൽ ഫാമിലി എല്ലാവരും സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് എനിക്ക് അമ്മ മാതാവ് അതുപോലെ തന്നെ ഒരു ഡോക്ടറിനെ കിട്ടി. ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ, കോഴിക്കോട് തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു, ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ എനിക്ക് തന്നെ അറിയായിരുന്നു ആ അസുഖം എത്രത്തോളം സീരിയസ് ആണെന്നും എനിക്കിനി എങ്ങനെ അബ്രോഡ് പോകാൻ പറ്റുമെന്നും എനിക്കറിയില്ല. എനിക്കറിയാം എനിക്ക് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്ന കാര്യം. പക്ഷേ അതെനിക്ക് മനസ്സിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഫാമിലിയിലെ സപ്പോർട്ട് കാരണം എന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിൽ ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് മാതാവിനെ നന്നായിട്ട് അറിയാം. ഞാനൊരു അക്രൈസ്തവിയാണെങ്കിലും ഞാൻ പഠിച്ച സ്കൂള്, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ മാതാവിനെ അറിയുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാം. അങ്ങനെ
ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഫസ്റ്റ് ഘട്ട ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന പോലെ അത് ചെയ്തു. അങ്ങനെ 21-ാം തീയതി ഒക്ടോബറിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാനും അമ്മയും അച്ഛനും കൂടെ അവിടെ വന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഞാനിവിടെ സാക്ഷ്യം, എനിക്ക് എങ്ങനെയെങ്കിലും ആൾക്കാരിൽ സാക്ഷ്യം പറയണമെന്നുണ്ടാവും. ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ഒരു വഴിയുമില്ല മാതാവേ, ഈ അസുഖം മാറാതെ എനിക്കൊന്നും ചെയ്യാനില്ല. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറയും എല്ലാം മുന്നോട്ടൊരു വഴിയുണ്ടാവും. അപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കും, എനിക്ക് എന്ത് വഴിയാണ് ഇനിയുള്ളത്? ഈ അസുഖം മാറാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്? പക്ഷെ ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന. വീട്ടിൽ വേറെ ആർക്കും അങ്ങനെ വിശ്വാസം കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റ് വാതിലടച്ചിരുന്ന് പ്രാർത്ഥിക്കും. വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥന ചെയ്യും. പക്ഷെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ചോറുണ്ടാക്കി തരും, ഞാനത് മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊടുക്കും. ഇവിടുന്ന് പത്രം വാങ്ങിക്കും, ഞാനത് സ്ട്രീറ്റിലൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോഴൊക്കെ എനിക്ക് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. ചന്ദനം തൊട്ടിട്ട് നീ ക്രിസ്ത്യൻസിൻ്റെ ഈ പത്രം മതം മാറിയോ എന്നൊക്കെ ചോദിച്ചാൽ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഈ കാശുരൂപം, ഈ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കെ പിടിച്ചു. അങ്ങനെ 3 മാസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ആ 3 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എനിക്ക് അസുഖം മാറുന്നതിലപ്പുറം മാതാവ് എന്നെ വിട്ടു പോകരുത്, അമ്മ പിടിച്ച കൈ എൻ്റെ കൈ വിട്ടു പോകരുതെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ആ 3 മാസം ഉടമ്പടി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പക്ഷേ റിസൾട്ട് നെഗറ്റീവ് ആയില്ല, ഒരു വ്യത്യാസം ഉണ്ടായില്ല. അമ്മയോട് ഞാൻ വാതിലടച്ചിട്ട് കരഞ്ഞു ചോദിക്കുമായിരുന്നു, ഇനി ഞാൻ എന്താ വേണ്ടത്? പരാതികൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് ചോദിക്കും, ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണോ എനിക്കൊരു റിസൾട്ട് തരാത്തത്? പക്ഷെ ഞാൻ എത്ര സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ 2ാമത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു, പുതുക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ എന്നും ഞാൻ ഈ കാശ് രൂപം കയ്യിൽ വെച്ച് ഞാൻ അമ്മോട് ചോദിക്കും, എന്തെങ്കിലും ഒരടയാളം എൻ്റെ അമ്മ എൻ്റെ കൂടെയുള്ളതിന്, ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ കൂടെയുള്ളതിന് അമ്മ എനിക്കൊരു തെളിവ് തരണമെന്ന് പറയും. അപ്പം ഞാൻ ഈ അൾത്താര സ്വപ്നം കാണും. പക്ഷെ അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എനിക്കിതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. അതിപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എത്രയും എനിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ അത്രയും ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അടുത്ത പ്രാവശ്യം ഞാൻ പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് വിളിച്ചു, പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുത്തു. ഇവിടെ ആദ്യമായിട്ടൊരു സിസ്റ്ററായിരുന്നു എടുത്തത്. അപ്പം എനിക്കൊരു വചനം പറഞ്ഞു തന്നു, ഔഷധലേപനോ മരുന്നോ ഒന്നല്ല, കർത്താവിൻ്റെ വചനങ്ങളാണ് നിന്നെ സുഖപ്പെടുത്തുന്നതെന്ന്. പിന്നെ ആ വചനം എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട്, ഞാൻ ബൈബിള് വായിക്കും, പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എത്ര ക്ലിയർ ആവുമോ അങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ വചനങ്ങൾ ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. പിന്നെ എപ്പോഴും ഈ വചനം ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കും. പിന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ 2 വചനങ്ങൾ എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അത് എന്നും പ്രാർത്ഥിക്കും, എഴുതുന്നതിലപ്പുറം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഉറക്കമില്ല എനിക്ക്, പക്ഷെ ഞാൻ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞു. ആ സമയത്തൊക്കെ ഞാനൊരു റൂമിലായിരുന്നു. എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം ഒന്നും അല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഞാൻ. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് എടുത്തു. 3 മാസം അതും പൂർത്തീകരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നോർക്കയിൻ്റെ ട്രിപ്പിൾ വിൻ ജർമ്മനിയിലേക്കുള്ള ഒരു പ്രോഗ്രാമിന് ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തു. അത് ഞാൻ സെലക്ഷനായി കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ ഈ അസുഖം വെച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഞാനത് അപ്ലൈ ചെയ്ത് സെലക്ഷനായി. ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറൊരു കുട്ടീൻ്റെ ചാൻസാണ് കളയുന്നത്. എനിക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ ഇല്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ആ റൂമിൽ നിന്നൊന്ന് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാനത് മാതാവിനോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ വേറൊരു കുട്ടീൻ്റെ ഒരു ഓപ്ഷനാണ് കളയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊരു വഴി മാതാവ് കാണിച്ചു തരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ബൈബിളും കാശിരൂപവും കൊന്തയൊക്കെ ആയിട്ട് ഞാനിവിടെ എറണാകുളത്ത് പഠിക്കാനായിട്ട് വന്നു. അവിടെയുള്ള സമയത്ത് എനിക്ക് എൻ്റെ റൂമിലെ ചേച്ചിമാർ, ബിദു ചേച്ചിയാണെങ്കിലും ലിൻഡ ആണെങ്കിലും എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ജപമാല എത്തിക്കും. രാവിലെ ഞാൻ എന്നും പള്ളിയിൽ പോവും. ആ 6 മാസം ജനുവരി മുതൽ ഞാൻ എറണാകുളത്തായിരുന്നു. 6 മാസം എന്നും രാവിലെ ചേച്ചിയുടെ കൂടെ ഞാൻ പള്ളിയിൽ പോവും. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു, എനിക്ക് മുടക്കം തട്ടാതെ. ഞാൻ ഭക്ഷണം എറണാകുളത്ത് ബസ് സ്റ്റോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കും. ക്ലാസ് ഇല്ലാത്ത സമയങ്ങൾ നോക്കി എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ ക്ലാസ് 24-ാം തീയതി കഴിഞ്ഞു. 24-ാം തീയതി കഴിഞ്ഞ് അമ്മ പറഞ്ഞു, ഇത് ഇനി എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത എന്താ പ്രൊസീജിയർ എന്ന് നോക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പം ഈ 3 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും
28-ാം തീയതി ഹോസ്പിറ്റലിൽ രാവിലെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ വിളിച്ചു. ബ്രദറിൻ്റെ അടുത്ത് വിളിച്ചപ്പം ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് നിന്നെ അമ്മ സാക്ഷിയാക്കും, നീ വിശ്വാസ പ്രമാണം ചൊല്ലി ലാബിൽ റിസൾട്ടിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഒരു സൈഡിലുണ്ട്, ഇത് ശരിയാവില്ല. കാരണം ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഒത്തിരി 2 വർഷം 3 വർഷം ആവും ഇത് മാറാനായിട്ട്. അപ്പം എനിക്കറിയാം ഇതിൻ്റെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ പകുതി വിശ്വാസം. പക്ഷെ എന്നാലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു. അങ്ങനെ രാവിലെ ഞാൻ ബ്ലഡ് റിസൾട്ട് ചെക്ക് ചെയ്യാനായി പോയി. ഞാൻ പ്രാർത്ഥിച്ച് ജപമാല എത്തിച്ച് ഞാൻ തൈലം പൂശി തേനൊക്കെ ഉപയോഗിച്ച് ഞാൻ പോകുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ആ ഫോൺ എടുത്ത ബ്രദറിനെ എനിക്ക് അറിയില്ല, പക്ഷെ അമ്മയാണ് അത് പറഞ്ഞതെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം, എൻ്റെ അമ്മേനെ പറ്റി ആരെങ്കിലും എന്നോട് ചോദിക്കണം, എന്തെങ്കിലും ഒരു അവസരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ അമ്മേനെ കൂടെ കൂട്ടാണ്ടെയാണ് ഞാൻ പോയത്. ഞാൻ തനിയെ പോയി ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട്. പ്രാർത്ഥിച്ച് ബസ്സിൽ ഇരുന്നിട്ട് ജപമാല ചൊല്ലി ബൈബിള് വായിച്ചു. ഞാൻ ലാബിലെത്തി, അവിടെ ഉപ്പിട്ടു. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ബ്ലഡ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു മുസ്ലിം ചേച്ചിയായിരുന്നു. ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് കൃപാസനത്തിലെ മാതാവല്ലേ മോൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മുസ്ലിം ചേച്ചി എന്നല്ല, എൻ്റെ അമ്മേനെ കുറിച്ച് എന്നോട് ഒരാൾ ചോദിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചേച്ചി അപ്പോൾ എൻ്റെ അടുത്ത് അമ്മയെ പറ്റി കാര്യങ്ങൾ ചോദിച്ചു. നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണ്. എന്നിട്ട് തൊട്ടടുത്ത് വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എനിക്ക് ഇതിൽ അച്ഛനെ കണ്ടൊക്കെ ആയിട്ടുള്ള കാശിരൂപങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ എനിക്കൊരു കാശിരൂപം തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചേച്ചിക്ക് ഒരു കാശിരൂപം കൊടുത്തു. അങ്ങനെ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തു. 2 മണിക്കാണ് റിസൾട്ട് വരിക. ഞാൻ വീട്ടിൽ വേറെ ഒന്നും ബ്ലഡ് അവിടെ കൊടുത്തു, പ്രാർത്ഥിച്ചു. ഇനി ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ലാബിൽ ഇരിക്കുന്ന ചെയറിൽ ഉപ്പിട്ടിട്ട് ഇറങ്ങി. ഞാൻ വീട്ടിൽ വന്നു ഞാൻ ജപമാല എത്തിച്ചു. 2 മണിക്ക് റിസൾട്ട് വരുന്നുള്ള കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാം, അമ്മയും നേഴ്സാണ്. അപ്പം 2 മണി വരെ ഞാൻ ആ റൂമിൽ തന്നെ ഇരുന്ന് ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മൊബൈലിൽ കുരിശ് വരച്ച് 2:30 ആയപ്പം ഞാൻ എൻ്റെ റിസൾട്ട് നോക്കി. എനിക്ക് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. 1 വർഷമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇപ്പം എൻ്റെ ബ്ലഡിൽ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അസുഖമേ ഇല്ല. ഞാൻ എല്ലാവരോടും പറയാണ്, മാതാവിനെ ഉറച്ച് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ മാതാവ് തരാത്തതായിട്ടൊന്നുമില്ല. ഞാൻ 1 വർഷത്തിന് ശേഷം കഴിഞ്ഞ 28-ാം തീയതിയാണ് ഞാനൊന്ന് ഉറങ്ങിയിട്ടുള്ളത്. ഇപ്പം എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എൻ്റെ അമ്മ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ ഉടമ്പടിയിൽ എന്നും നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം, കുഞ്ഞു അനുഗ്രഹങ്ങൾ ഒരുപാട് ഞാൻ തൈലം ഉപയോഗിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാക്ഷി എനിക്ക് ഇവിടെ വന്ന് പറയാൻ സഹായിച്ചതിന് ഞാൻ അമ്മ മാതാവിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2:8 തിരുവചനമാണ്. കൃപ അത് ദൈവം നമുക്ക് നൽകുന്നതാണ്. കൃപ ലഭിക്കണമെങ്കിൽ അതിന് നാം കുറേ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ ഭാഗത്ത് നിന്ന് നാം കുറേ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് കൃപ വളരുക. ഈ മകള് ഗ്രീഷ്മ തൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ തൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇനി തനിക്ക് മുമ്പോട്ടൊരു ജീവിതമില്ല. ബ്ലഡിൽ മൊത്തം ഇൻഫെക്ഷനാണ്, അതിന് ശരീരത്തിൽ നിന്ന് പോകില്ല. അതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റുകൾ എടുത്താലും അതിന് ഒരു ഫലം കാണില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തനിക്കിനി മുമ്പോട്ടൊന്നുമില്ല, താനൊരു ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്, എല്ലാവരോടും സംസാരിച്ചും അങ്ങനെ ഓവർ ടോക്കിംഗ് ആയിട്ടുള്ള ഒരു മകള് പെട്ടെന്ന് ഒരു ദിവസം ഒരു മുറിക്കുള്ളിലേക്ക് ഒതുങ്ങിക്കൂടി. തനിക്ക് ഇനി ഒന്നുമില്ല, പ്രതീക്ഷകളില്ല, ഇനി എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കുക? ഒന്ന് പുറത്ത് ഒരു വിദേശത്തേക്ക് ഒരു ജോലിയോ അല്ലെങ്കിൽ ഒന്നും തനിക്ക് സാധ്യമല്ല. എവിടെ പോയാലും മെഡിക്കൽ എടുക്കണം, മെഡിക്കലിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പോഴിങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ മകള് പിന്നീട് ഇവിടെ ഉടമ്പടി എടുക്കുന്നതും, അതായത് ഉടമ്പടി എടുക്കാനൊക്കെ വരുമ്പോൾ എത്രമാത്രം മനസ്സും ഹൃദയവുമൊക്കെ ഒരുങ്ങിയാണ് വരുന്നത്. അങ്ങനെ ആ ഒരു ഒരുക്കം, അതായത് ആന്തരികമായും ബാഹ്യമായും ഒരുക്കമുള്ളവരാവുക, അങ്ങനെയുള്ള ഒരു ഒരുക്കത്തോടെ ഇവിടെ വരുന്നു. തൻ്റെ പേരൻസിൻ്റെ കൂടെ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം
കാശുരൂപം താഴെ വെച്ചാൽ എനിക്ക് ഉറപ്പില്ല, എനിക്ക് പിന്നീട് ആ കാശുരൂപം ഉണ്ടെങ്കിലേ എനിക്കൊരു ധൈര്യമുള്ളൂ. അതുപോലെ തൻ്റെ മുറിയിൽ ഒത്തിരിയേറെ സംസാരിക്കുന്ന, അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസൻസ് എന്ന് പറയുക, ഉടമ്പടി എന്ന് പറയുന്നത് അതാണ്. ദൈവവുമായിട്ടുള്ള സംഭാഷണം, പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുക. ഇത് രണ്ടും ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയോട് ഒത്തിരി സംസാരിക്കുന്നു, അമ്മയോട് പരാതി പറഞ്ഞിട്ടുണ്ട്, കരയുന്നുണ്ട്. അങ്ങനെ ഈ മകള് തൻ്റെ ജീവിതത്തിൽ അമ്മയുമായിട്ടും ഈശോയുമായിട്ടും കൂടുതൽ അടുത്ത ദിവസങ്ങളായിരുന്നു തൻ്റെ ഉടമ്പടി ദിവസങ്ങൾ. പക്ഷേ 90 ദിവസം ഒന്നും നടന്നില്ല. ഈ മകള് നിരാശരായില്ല. പെട്ടെന്ന് ഇനി എല്ലാം മാറ്റിവെച്ച് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്. ഉടമ്പടിയിൽ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇനി പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അനുഭവമല്ല ഗ്രീഷ്മയുടേത്. ഗ്രീഷ്മ വീണ്ടും ഒന്നുകൂടി ഉടമ്പടി പുതുക്കുന്നു. അമ്മ ഇല്ലാതെ, അമ്മ കൂടെ വരാതെ ഞാൻ അമ്മയെ വിട്ട് പിരിയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് ഈ മകൾക്കുണ്ടാകുന്നത്. എങ്ങനെയാണ് തൻ്റെ റിസൾട്ടൊക്കെ പിന്നീട് പോസിറ്റീവ് ആകുന്നത്? അതിന് താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, താൻ കൃപാസന പത്രവും കൊണ്ട് പോകുമ്പോൾ തനിക്ക് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പക്ഷേ അതൊന്നും ആരുടെയും മുൻപിൽ ആർഗ്യൂ ചെയ്തില്ല. അതുപോലെ കൃപാസന അൾത്താര ഈ മകൾ പല പ്രാവശ്യം അമ്മ ഈ മകൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അമ്മ ഈ അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണെന്നാണ് നമ്മോട് പറയുക. അതായത് ഞാനിവിടെയുണ്ട്, നീ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോഴമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താര അമ്മ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ മകൾക്ക് ധൈര്യമേറുകയാണ്. അങ്ങനെ തൻ്റെ റിസൾട്ട് പൂർണ്ണമായും നെഗറ്റീവാകുന്നു. അതായത് തനിക്കിന്ന് ആ ഒരു ഇൻഫെക്ഷൻ ഇല്ല. അതിൻ്റെ കൗണ്ട് ആദ്യം കുറഞ്ഞു വന്നു, പിന്നീട് അത് പരിപൂർണമായി മാറി. ഇന്ന് ഈ മകള് 1 വർഷത്തിന് ശേഷം ഈ മകൾ ഉറങ്ങിയ കാര്യമൊക്കെ നമ്മോട് പറഞ്ഞു. അതായത് അത്രയേറെ ഒരു സംഘട്ടനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് മനസ്സ് ഫ്രീ ആയിക്കൊണ്ട്, ലൈറ്റ് വെയിറ്റ് ആയിക്കൊണ്ട് അമ്മ ഈ മകളെ ഇവിടെ അൾത്താരയിലേക്ക് എടുത്തു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്ന മക്കളുടെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ എത്രമാത്രമാണ് ഈ അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കുന്നത് എന്നുള്ളത് ഓരോ സാക്ഷി ശുശ്രൂഷയിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.